തുടർ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഇറാൻ സൈന്യം ഒരുങ്ങിയെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഒരു പക്ഷേ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് ഒരു പക്ഷേ നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത, പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഇമ്പാക്റ്റ് ആകും. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് സൈനിക സജ്ജീകരണം. കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമായി ചൈനീസ് കപ്പലുകളും ഉടൻ ഇറാനിൽ എത്തും. അതിനിടെ ഹോർമുസിൽ ഇറാൻ പാകിയ ബോംബുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതായി US അറിയിച്ചു. എന്നാൽ ഒരു കപ്പലും ഹോർമുസിലെത്തിയില്ലെന്ന് ഇറാൻ സൈന്യവും പ്രതികരിച്ചു. യുദ്ധത്തിന് ശേഷവും ഇറാന്റെ ഭൂരിഭാഗം മിസൈലുകളും ഭദ്രമാണെന്ന് US ഇന്റലിജൻസിന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നു. വെടിനിർത്തൽ ഇറാൻ ഒരുങ്ങാനും ഭൂമിക്കടിയിലെ മിസൈൽ വീണ്ടെടുക്കാനും അവസരം നൽകിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആശങ്കകൾ വീണ്ടും ഉയരുന്നതിനിടെ പാക് സൈന്യവും സൗദിയിലെത്തി. വിവരങ്ങളുമായി സൗദിയിൽ നിന്ന്, റിയാദിൽ നിന്ന് അഫ്താബുർ റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, ഒന്നുകിൽ സമാധാനത്തിന്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് കൈ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് സഞ്ചരിക്കാമെന്ന് ഇറാനും അമേരിക്കയും പറയും. അതല്ലെങ്കിൽ നമുക്ക് പിരിയാം, യുദ്ധം തുടങ്ങാം എന്ന് തീരുമാനിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന വിപത്ത്, അതിൻ്റെ ആപത്ത്, അതിനുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് രണ്ടിടങ്ങളിലുമായി അവിടെ സൈന്യത്തെ ഒരുക്കം അവിടെ നടക്കുന്നുണ്ട്. പോർ വിമാനങ്ങൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമുണ്ട്, കപ്പലുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ അടങ്ങിയ കപ്പൽ ഇറാൻ തീരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സന്നാഹങ്ങൾ? അതോടൊപ്പം തന്നെ ഹോർമുസിലേക്ക് ഇന്ന് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിന് ഇറാൻ തടഞ്ഞു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് തന്നെയാണോ? എങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്? മഹേഷ്, ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇതുവരെ അത്യന്തം പോസിറ്റീവാണ് എന്ന് വേണം നമുക്ക് പറയാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന JD വാൻസ് എന്ന US-ന്റെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷത്തിലൂടെ യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ പല തവണയായി പറഞ്ഞ വ്യക്തി കൂടിയാണ് JD വാൻസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ചർച്ചയിൽ ഉണ്ടാകണമെന്ന് ഇറാൻ ആഗ്രഹിച്ചിരുന്നു. ആ നിലക്ക് ഈ ചർച്ച വളരെ പോസിറ്റീവാണ് എന്ന് വേണം ഈ ഒരു നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. മാത്രവുമല്ല, അതിന് ചില കാര്യങ്ങൾ കൂടി പശ്ചാത്തലമായി വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ചർച്ച ഏതെങ്കിലും നിലക്ക് പരാജയപ്പെടുകയാണെങ്കിൽ അതിന് യുദ്ധത്തിലൂടെ തന്നെ മറുപടി നൽകുവാൻ US-നൊപ്പം ഇറാനും സർവ്വസജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനിടയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ചൈനയുടെ ഒരു കപ്പൽ അത് നേരിട്ടല്ല, അതിന്റെ ഉറവിടം മറച്ചു വെച്ചുകൊണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ ഇറാന്റെ തീരത്തേക്ക് ഈ ആഴ്ച എത്തുമെന്ന് US-ന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് മാൻപേഡ്സ് അഥവാ ഷോൾഡർ ഫയർഡ് ആന്റി എയർ മിസൈൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഇറാനിലെ സൈനികർക്ക് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങളെയും പോർ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ലക്ഷ്യം വെക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ വൻ ശേഖരവുമായാണ് ഈ കപ്പൽ ചൈനീസ് തീരത്ത് നിന്നും പുറപ്പെടുന്നത് എന്ന് US ഇന്റലിജൻസിന്റെ തന്നെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു യുദ്ധം, ഈ വെടിനിർത്തൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ US-നെന്ന പോലെ സാധ്യത നൽകുന്നത് ഇറാന് കൂടിയാണ്. കാരണം ഇതുവരെ നടന്ന യുദ്ധത്തിൽ അവരുടെ ടാക്ടിക്സ് മാറ്റുവാനും അതോടൊപ്പം കൂടുതൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനും ഈ 14 ദിവസത്തെ വെടിനിർത്തൽ ഇറാന് അവസരമൊരുക്കിയതായി ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, അതിൽ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം ദിവസം ട്രംപ് പറഞ്ഞിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ ശേഖരങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതാണ്. എന്നാൽ US-ന്റെ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഭൂരിഭാഗം മിസൈൽ ശേഖരവും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തെന്ന് പറയുന്ന മിസൈൽ സിറ്റികൾക്ക് താഴെയുള്ള മിസൈലുകൾ ഇപ്പോൾ വീണ്ടെടുക്കുന്ന തിരക്കിലാണ് ഇറാൻ സേനയെന്നും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഏതെങ്കിലും കാരണവശാൽ ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും സമാനമായി പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. മാത്രവുമല്ല, ഗൾഫിൽ കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തിൽ, അതായത് യുദ്ധത്തിന്റെ വെടിനിർത്തലിലേക്ക് പോകുവാൻ പ്രധാനപ്പെട്ട കാരണമായതിൽ ഒരു ഘടകം ഗൾഫ് രാജ്യങ്ങളുടെ അവസാന നിമിഷത്തിലെ സമ്മർദ്ദമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് വന്ന നാശനഷ്ടത്തിന്റെ കണക്കുകൾ
പുറത്തുവിട്ടത് വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ചില ഗൾഫ് രാജ്യങ്ങൾക്ക് 5 വർഷം വരെ എടുക്കും അവരുടെ നാശനഷ്ടങ്ങൾ നികത്തി പഴയ തോതിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും എല്ലാം കയറ്റി അയക്കാൻ. അത്രമാത്രം നാശനഷ്ടം ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അത് ഗൾഫിന്റെ അടിക്കൽ ഇളക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ വൻ തോതിലുള്ള സമ്മർദ്ദം കഴിഞ്ഞ ആഴ്ചയിലെ വെടിനിർത്തലിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഇതിന് പശ്ചാത്തലമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആക്രമണം ഏറ്റുവാങ്ങിയ സൗദി അറേബ്യയുമായി പോലും കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ മന്ത്രി സംസാരിച്ചു. അതായത് വൻ ആക്രമണം നടത്തിയ ഒരു രാജ്യത്തോട് ആ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയോട് സംസാരിച്ച ഒരു പശ്ചാത്തലമടക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും രമ്യതയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകുവാൻ അവർക്കൊരു പക്ഷേ താല്പര്യമുണ്ടാകില്ല. കാരണം സാമ്പത്തികമായി അത്രയധികം തിരിച്ചടി അവർക്കും ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിലൂടെ വന്ന ലെവറേജ് എന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായി കിട്ടിയിട്ടുള്ള പല സാഹചര്യമുണ്ട്. അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കാം, അവർക്ക് ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ നീക്കാം, ഹോർമൂസിനെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി വന്ന അസ്ഥിരത ഭദ്രമാക്കാം. ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇറാന് വിലപേശുവാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് ഇറാൻ തന്നെയും യുദ്ധവിരാമത്തിലേക്ക് പോകുവാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവർ പിൻവലിയാനാണ് സന്നദ്ധമാകുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ നമ്മൾ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇന്ന് വൈകിട്ട് വന്ന മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഹോർമൂസിന്റെ മധ്യഭാഗത്ത് നിരവധി കടൽ ബോംബുകൾ ഇറാൻ സ്ഥാപിച്ചിരുന്നു, അത് നീക്കം ചെയ്തു എന്ന് US പറയുന്നു. പക്ഷെ അത് നിഷേധിച്ചുകൊണ്ട് IRGC മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നീക്കം ചെയ്യുവാൻ സാധിക്കില്ല, അത് ഞങ്ങൾക്കാണ് കൃത്യമായി അറിയുക. അതുകൊണ്ട് തന്നെ പോകുന്ന കപ്പലുകൾക്ക് അക്കരെ ധൈര്യമായി പോകാൻ കഴിയുമെങ്കിൽ പോകട്ടെ എന്നുള്ളതാണ് IRGC പറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു വെസൽ തിരിച്ചു പോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പശ്ചാത്തലം. ഏതെങ്കിലും നിലക്ക് ഇറാൻ നേരത്തെ യുദ്ധത്തിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമൂസിന്റെ സ്ഥിതിഗതിയിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. ഇന്നും ഏതാണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമായി ആകെ പുറപ്പെട്ടത് ഏതാണ്ട് 25 കപ്പലുകൾ മാത്രമാണ്. നമ്മൾ ഓർക്കണം, പ്രതിദിനം 140 കപ്പലുകൾ കടന്നുപോയ പാതയിൽ ആകെ 3 ദിവസത്തിനകം കടക്കാനായത് 25ഓളം കപ്പലുകൾക്കാണ്. അതിനർത്ഥം ഇപ്പോഴും ഇറാന്റെ സമ്മതത്തോടു കൂടി മാത്രമാണ് കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കാനാകുള്ളൂ. അതുകൊണ്ട് വരും മണിക്കൂറുകളിലെ ചർച്ചകൾ വളരെ പോസിറ്റീവായി 2 കൂട്ടരും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് താങ്ങുവാനുള്ള ശേഷി ഉണ്ടാകില്ല, അവരതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ ട്രംപാണ് ഏത് തീരുമാനവും എടുക്കാം. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇറാൻ. മഹേഷ്. ഓക്കെ, അഫ്താബ് റഹ്മാനാണ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ ചർച്ചകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാനും കണക്ക് കൂട്ടുന്നത്. ഹോർമുസ് കടലെടുക്കാണ് ഇറാന്റെ പിടിവള്ളി. അതാണ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ഹോർമുസ് കടലെടുക്കലെ വെച്ച് തന്നെയാണ് ഇറാൻ ചെലുത്തുന്നത്. എന്തായാലും ഇസ്ലാമാബാദിലെ ചർച്ചകൾ ഒരു ഉത്തരം നമുക്കതിന് തരും. പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഇന്ന് രാത്രിയോ നാളെയോ ഈ കാര്യത്തിൽ വളരെ അനുഭാവപൂർവ്വമുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.